പ്രമുഖ നടി കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ നിരവധി പേരായിരുന്നു അനുശോചനം അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത്. പ്രമുഖ നടന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും നടിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ ദുഃഖമറിയിച്ചെത്തിയിരിക്കുകയാണ് നടി നവ്യ നായരും. മാതൃഭൂമി ന്യൂസിന് നൽകിയ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. നടി നവ്യ നായരുടെ വാക്കുകൾ ഇങ്ങനെ: പ്രിയപ്പെട്ട നടിയെ നേരിട്ട് പോയി കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ എന്നെക്കൊണ്ട് അതിന് സാധിച്ചില്ല. അതിൽ വല്ലാത്ത സങ്കടവുമുണ്ട്. സിദ്ദിഖേട്ടന്റെ മകൻ മരിച്ച സമയത്ത് പോയപ്പോൾ അമ്മയ്ക്ക് ഓർമ്മ പോകുന്നുണ്ട്. എന്നാലും മനസ്സിലാകുമായിരുന്നു കാണാൻ പോകാത്തത് വലിയ തെറ്റായിപ്പോയി. ജീവിതത്തിൽ ഓരോ തിരക്കുകളിലും പെട്ട് ചില കാര്യങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരും. അതൊരു പാഠമായി. അങ്ങനെ അത് മാറ്റിവെച്ചത് തിരുത്താൻ പറ്റാത്ത തെറ്റായിപ്പോയി. അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. എന്നെ അത്രയ്ക്കും അമ്മ സ്നേഹിച്ചിരുന്നു. അമ്മ ജീവിച്ചിരിപ്പുള്ളപ്പോൾ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചില്ല. വിവാഹം കഴിഞ്ഞപ്പോൾ അമ്മയുമായിട്ടുള്ള കണക്ഷൻ പാടെ നിന്നു പോവുകയായിരുന്നു. വാട്സപ്പിലൊന്നും അമ്മയുണ്ടായിരുന്നില്ല. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം തന്നെ വടക്കൻ പറവൂരിലെ കരിമളൂരിൽ വസതിയിലായിരുന്നു കവിയൂർ പൊന്നമ്മ. എന്റെ വിവാഹത്തിനും കവിയൂർ പൊന്നമ്മ എത്തിയിരുന്നു. അമ്മയെ ഞാൻ അന്നൊക്കെ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. ഞാൻ ഇതുവരെയായിട്ടും അമ്മ എന്നോ ചേച്ചിയെന്നോ ആന്റിയെന്നോ വിളിച്ചിട്ടില്ല. പൊന്നൂസ് എന്നായിരുന്നു ഞാൻ അമ്മയെ വിളിക്കാറുണ്ടായിരുന്നത്. അമ്മയെ കാണാൻ പോവാഞ്ഞത് വലിയ തെറ്റായിപ്പോയി. തിരുത്താൻ പറ്റാത്ത തെറ്റ്. വലിയ ദുഃഖമുണ്ട്. മാതൃഭൂമി ന്യൂസിനോടായിരുന്നു നടി നവ്യ നായർ ഇങ്ങനെ പ്രതികരിച്ചത്. താരത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്. നിരവധി പേരാണ് നടി നവ്യ നായർക്ക് ആശ്വാസവാക്കുകളുമായി കമന്റ് ബോക്സിലൂടെ എത്തിയത്. നിരവധി പേരായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ മരണത്തിന് ശേഷം അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടെത്തിയത്. മോഹൻലാല്, പിണറായി വിജയൻ, മമ്മൂട്ടി, സിദ്ദീഖ് തുടങ്ങി നിരവധി പേരായിരുന്നു എത്തിയത്. എങ്കിലും നടി നവ്യ നായരുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടിയത്. ജീവിച്ചിരിക്കുമ്പോൾ ചിലതിന്റെ ഒന്നും വില മനസ്സിലാവില്ല. എന്നാൽ അവരൊക്കെ നഷ്ടപ്പെട്ടു പോയാലാണ് അവരുടെ വില മനസ്സിലാവുക എന്നും നവ്യ നായർ പറയാതെ പറയുന്നുണ്ട്. താരത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. നിരവധി പേരാണ് നടി നവ്യ നായർക്ക് ആശ്വാസ വാക്കുകളുമായി എത്തിയത്. നന്ദനം, അമ്മ, കിളിക്കൂട് തുടങ്ങി നിരവധി സിനിമകളിലാണ് നവ്യ നായരും കവിയൂർ പൊന്നമ്മയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത്. ഇരുവരും തമ്മിൽ ഒരു അമ്മ മകൾ ബന്ധമാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 20-നായിരുന്നു കവിയൂർ പൊന്നമ്മ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം മരണപ്പെട്ടത്. കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റൽ വെച്ച് തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് കവിയൂർ പൊന്നമ്മ അന്തരിച്ചത്. പിന്നീട് ടൗൺ ഹാളിലേക്കും അമ്മയുടെ മൃതശരീരം മാറ്റുകയും ചെയ്തു.